ഞാൻ ഉമ്മരെടുത്ത് കുടിച്ച് ഞാൻ ഒരു പ്ലേറ്റ് ഇതിപ്പോ ഞാൻ എന്തോ ശല്യമായത് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുന്നത് പല രീതിയിൽ എന്തോ ഇത് ശല്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ശല്യം കുറെ ആൾക്കാർ വന്നാലും നമ്മളെ മാറ്റിയുള്ള കാര്യം എന്തുവാ എന്താണ് നമ്മളെ മാറ്റി കണ്ടിരിക്കാന് നമ്മൾ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു ഇങ്ങനെ നോക്കിയിരിക്കാൻ പോയ ആൾക്കാരോ കഴിക്കുന്നു എന്തോ സംസാരിക്കുന്നു നമ്മള് വായിലോട്ട് വെച്ചാൽ അറിയാം നമ്മളുടെ ദേഹത്തെ ഈ എവിടാണ് ഈ അതും നമ്മുടെ ഇവിടെയൊക്കെ എവിടാണ് ഈ ഒപ്റ്റിക് നെർവ്സ് ഒക്കെ ഉള്ളത് അറിയാവുന്നതാണ് ഇവിടെ ഉമ്മറയുണ്ട് ഇത് എന്തൊക്കെയോ ഇന്നലെ ഞാനേ ഈ വെളിച്ചത്ത് വന്നപ്പോൾ നിന്റെ ഇവിടെ എല്ലാം പൊടി എന്റെ ചുമ്മാ അറിയാട്ടോ എന്ത് പൊള്ളിച്ച് കളിക്കും നമ്മള് കൂട്ടിക്ക് മക്കള് എങ്ങാണ്ട് കൂട്ടിക്കുന്നത് അടിച്ച് ചെടികളെ പൊട്ടിക്കാനാണ് ഫോണ് മരിച്ചു വാങ്ങിച്ച് താഴെ പൊട്ടിച്ച് ഉള്ളതാണ് ഒരാപ്പോയി പിടിക്കാൻ അവന്മാര് കയറി പൊള്ളിക്കുന്നുണ്ട് ഇവിടെ എന്തോ നീറ്റാൻ അറിയോ ചില സമയത്ത് പൊള്ളിക്കുന്നതാണ് കണ്ടപോലെ ഇവിടെ എന്താ കോടതി അയ്യോ ട്രഷറി ഇരുന്നവര് പറഞ്ഞിട്ട് വലിച്ചിരിക്കുന്ന കാര്യമില്ലയോ ഞാൻ പറഞ്ഞത് അമ്മമാരെ രോമം പഠിക്കുന്നവർ എവിടെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്നലെ പെണ്ണുങ്ങളെ വെച്ച് തോന്നിയാസം തന്നെ കാണിക്കും നമ്മള് നമ്മളെന്തോ ചുമ്മാ പറയുന്നതാണ് നമുക്ക് കൊണ്ട് നീളമേ പറയുന്നത് അങ്ങനെ എന്താ ആഹാരം കഴിക്കുന്നുണ്ട് ഒരു ചായ പോലും ഞാൻ കുടിച്ചിട്ടില്ല അവൻ കഴിക്കില്ലയോ എന്തോ ആഹാരം കഴിക്കണോ എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോഴത്തേക്കും ഡബിൾ വെള്ളമാകുന്നുണ്ടോ ഞാൻ പറയുന്നത് എല്ലാവരും കാണുന്നുണ്ടോ ഒരു മനുഷ്യർക്ക് വെള്ളമോ ഒരു ദിവസം കൊണ്ട് കൂടുന്നില്ല എന്തോ തോന്നിയാസം കഴിക്കുന്നവന്മാര് എന്തോ ഫ്ലോട്ടിംഗ് ആക്കി നിർത്തിക്കുന്നത് തോന്നിയാസാണോ അതെ ഇന്ന് പറഞ്ഞല്ലോ നാളെ പോലീസ് നോക്കി ഈ കൂട്ടം മാറ്റി വെച്ചാൽ അങ്ങ് അഭിനയിച്ചങ്ങ് നടക്കുകയാണ് കഴിക്കുന്ന ആളുകളുടെ കഴിവഴിച്ച് തന്നെ പോയി പരാതി കൊടുക്കണം അപ്പൊ അങ്ങനെ അവർ വന്നാൽ വീട്ടിലെങ്കിലേ അപ്പോൾ തന്നെ അവരെ വിളിച്ചു പറയാം അല്ലാതെ ഇനി ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഇങ്ങനെ എത്ര നാൾ റെസീപ്റ്റ് വാങ്ങിച്ചോണ്ട് പോകണം എപ്പം വരെ റെസീപ്റ്റ് വാങ്ങിച്ചോണ്ട് പോകണം എന്നിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് റെസീപ്റ്റ് വാങ്ങിച്ചോണ്ട് പോകണം എന്നിട്ടാക്കുന്നത് ബാക്കി
മുട്ടോട്ട് അടിക്കുന്നു. തലമുടി ഒഴിക്കാൻ നേരത്തോടെ ഇരിക്കുക പോയവന്മാര്. ഇത് സൈബർ സെന്റർ വിചാരിച്ച നിമിഷ നേരം കൊണ്ട് പോക്കാം. എന്താ ഇവന്മാർ എടുത്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ? ഏതാണ്ട് നമുക്ക് ആരൊക്കെയാ കയറി ഇങ്ങനെ ഫോൺ പിടിച്ചിങ്ങനെ 40 വട്ടം ഇരിക്കുന്നതിന്. എന്റെ കണ്ട് ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് എന്റെ ഉണ്ട്. ഞാൻ എവിടെ ഇരിക്കുന്നതൊക്കെ ഉള്ളത്. ആഹാ ഒരു അമ്മ ഇല്ലയോ പറയാന്? എവിടെ പോകുന്നു ഞാന്? എന്താ നോക്കാം ഇവനൊക്കെ ആരാണ്? അവർ കോടതി പോകുന്നത് കണ്ടത്തൊക്കെ പോകുന്നത് കഥയുണ്ടാക്കാനൊക്കെ ഇവനൊക്കെ ആരാ? ആരാണ് ഇവനൊക്കെ കഥയുണ്ടാക്കാന്? കഥയുണ്ടാക്കി നടക്കുന്ന പോലെ അമ്മാരും ഓർമാരും അപ്പത്തിന് വേണ്ടി കഥകൾ ഉണ്ടാക്കാൻ ഇവരെ അടച്ച് മൂടിക്കെട്ടി ഇങ്ങനെ ഇതാക്കുക ഇങ്ങനെ അതിന് കാണാതിരുന്ന് കഥകളുണ്ടാക്കാൻ കുറിച്ചിത്തരി മണിയും കുറെ അമ്മാരിങ്ങനെ വരും. ഇപ്പൊ കുളിക്കഴിമയൊക്കെ വെള്ളം നമ്മൾ കാണുകയോ വലിയ ബുദ്ധിമുട്ട്. കുറിച്ചിത്തരിമണിയൊന്നും വിളിച്ചാലുമില്ല. അങ്ങനെ ഇവിടോട്ട് കയറി ഇവരുടെ കാലുകൂട്ട് തന്നെ വയ്ക്കും. ഇവിടോട്ട് കയറത്തില്ലായിരുന്നു ഒരാവരും. അവന്റെ ഒരു സർക്കാർ വാസം വരും കുളിത്തരി പണ്ടൊന്നും കളിക്കില്ല. ഇയാൾക്ക് രാവിലെ വെളുപ്പാങ്കാലത്ത് നിൽക്കുന്നുണ്ട്. കുറെ നേരം വന്ന് ഇരുന്നേച്ചാ പോകുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുക ആരാണ്ട് കഥകളൊക്കെ വേറെ ഏതാന്നൊക്കെ ആയിരിക്കും. എന്തൊക്കെ അറിയാം അതിന്റെയൊക്കെ കഥ അങ്ങ് നടക്കുക കഥയുണ്ടാക്കി. പിന്നെ വെല്ലുമണ്ണ ഇല്ലേ കഥ ഉണ്ടാക്കാന്? അവരൊന്നും അടുത്ത 19 വയസ്സായപ്പോ കഥ ഉണ്ടാക്കി. അവരൊന്നും പോയിട്ടില്ല വലിയ കഥയ്ക്ക്. അവർക്ക് അറിയാൻ പറ്റിയ കഥ. പ്രധാനമന്ത്രി സോമനാഥൻ LGD ക്ലാസ്സിലൊക്കെ നടന്ന് സ്പീച്ചെന്ന് പറയുന്നത് അവിടെ അവിടുന്ന് പറഞ്ഞു വിട്ട പോലെ പറഞ്ഞു പിടിപ്പിച്ചതുപോലെ അവളെ കൊണ്ട് നടന്നേക്ക്. ആരെയെല്ലാം ഇതാക്കി എല്ലാം ഇതാക്കിക്കൊണ്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വിട്ടു. ഇല്ല പറഞ്ഞു വിടാതാ. എന്റെ ഏത് വീട്ടിലാ പറഞ്ഞു വിടാത്തത്? സുബ്രഹ്മണ്യന്റെ പരിപാടിയെ ഏത് വീട്ടിലാ? അല്ല സാധാരണ ആക്സിഡന്റ് പറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുന്ന ഭർത്താവിനെ കളഞ്ഞിട്ടൊന്ന് പോവോ? അത് നോക്കില്ല. അപ്പോഴോ ബന്ധം കഴിഞ്ഞിട്ട് പോയതാണോ? എന്താ ആർക്കറിയാം? 5-6 വർഷം ആയതല്ലേ ഇവ. അതിന് മുന്നേ പോയത് 2019 ഇവര് പോയതാ. 2019 20 ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് പോയതായിരുന്നു. അതാ ഇവിടെ മോനെ കൊണ്ടുവിട്ടിരിക്കുക. വേറെ വന്നവരുടെ വീട്ടിൽ കയറി ഭരിക്കാതെ എന്റെ വീട് ഭരിക്കട്ടെ, എന്റെ വീട് റെഡിയാക്കട്ടെ. ഒന്ന് നടക്കുന്ന എന്തോന്നാ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. വീട്ടിലെയോ ഒരു സ്ഥലത്തെങ്ങാണ്ടാവും ഇട്ടേക്കാം. 600 അവിടെ ചെറുക്കനെ 45 ലക്ഷം ഒക്കെ അതിന്റെ വാങ്ങിച്ച് കുട്ടയച്ച് നടക്കുക. ഇപ്പൊ 5 തവണ മേഖലകളിൽ പോയി കണ്ടും കുടിച്ച് നടക്കുക. 600 വീട്ടില്ല. ഒന്നും ഇട്ടേക്കുന്നത് ഞാനായതുകൊണ്ടോ പൈസ ഇത് ഇരിക്കുന്നത് നമ്മുടെ മിണ്ടാതെ കണ്ടില്ലയോ മുഖടിക്കുന്നത്? എന്തോ പുകയാടി. അപ്പൊ ഒരാളിരിക്കുന്ന എങ്ങനെ ഈ പുക വരുന്നേന്ന് അത് ചോദിക്കുക. എങ്ങനെ ഈ പുക എവിടുന്നാ പുക? ഞാൻ സാധാരണ ബസ്സിൽ പുക വരുമോ? ഇല്ല. ആരും ഇല്ല, ബസ്സിൽ പുക വരത്തില്ല. ഇത് ബസ്സിനകത്ത് പുകയാ. നമ്മൾ പോകുന്നത് ബസ്സിനകത്ത് പോക. അതൊക്കെ വന്നേ ബസ്സിനകത്ത് പോക. പുതിയ പുതിയ സിസ്റ്റം. അതുപോലെ AC ബസ്സിനകത്ത് മണ്ണെണ്ണ മാറ്റം. അപ്പൊ ഞാനിങ്ങനെ എഴുതിയപ്പോ കട്ടേന്ന് മണ്ണെണ്ണ മാറ്റം മാറി. അവിടെ മുഖത്തോട്ട് അടിക്കുകയുള്ളൂ രക്ഷമാണമല്ല അവിടെ. നമ്മള് പിന്നെ പയ്യത്തിൽ പിന്നെ കുപ്പയുടെ തീയിട്ടിട്ട് ഉണ്ടായിരുന്ന പോകാറില്ല. ഇല്ലില്ല. ഇന്നലെ അവിടെ നിൽക്കുമ്പോ എന്റെ മൂക്കിലോട്ട് അടിക്കുന്നുണ്ടായിരുന്നു. നമ്മള് കാണിക്കുമ്പോ ഇവ വൃന്ദയെന്ന് പറയുന്നത് ആ കട്ടന്റെയും കൂടെ 2 മണിയും ഫോൺ ഓണാക്കി വെച്ചോണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത്. എന്തോ ഇത്ര വലിയ വർത്താനം പറയാൻ ഫോണിങ്ങനെ ഓണാ അവള് മാറാൻ ഇറങ്ങിയ അവിടെ കവയ്ക്ക് പോകുന്നത്. അതൊക്കെ കവയ്ക്ക് നടക്കുന്നുള്ളൂ അവന്മാരൊക്കെ. അല്ല ചുമ്മാ ഇരിക്കുന്ന ഇന്ത്യയൊന്നും സപ്പോർട്ട് വേണ്ട ഞങ്ങൾക്ക് വേണ്ടാതിരിക്കാന്. ഇവിടെ ഉണ്ട്. എന്റെ അമ്മ അറിഞ്ഞ ഇതുണ്ട്. കണ്ടാവനെയൊന്നും നീയൊന്നും പിടിക്കണ്ട. കണ്ടാവനെയൊന്നും വെച്ച് നീയൊന്നും കഥയുണ്ടാക്കണ്ട. കഥയുണ്ടാക്കുന്ന പോലെ അവന്മാരും കഥകൾ എന്താ കഥയുണ്ടാക്കുന്ന കഥയ്ക്കുന്നു. അത് അപയതൊന്നുമില്ല കഥയുള്ളത്. അല്ല മുറ്റാർത്തൊന്നുമല്ല. അവിടെയൊക്കെ ഒരു നല്ല കഥയുണ്ട്.